മലപ്പുറം വളാഞ്ചേരിയിൽ വൻ സ്ഫോടക ശേഖരം പിടികൂടി 1125 ജലാറ്റിൻ സ്റ്റിക്ക്, 4000 ഡിറ്റനേറ്റർ, 3340 ഇലക്ട്രിക് ഡിറ്റനേറ്റർ, 1820 സേഫ്റ്റി ഫ്യൂസ് തുടങ്ങിയവയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. അനധികൃത ക്വാറിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങൾ നൽകാൻ സോണൽ കൃഷ്ണയുണ്ട്. സോണലിലെ അനധികൃത ക്വാറി എന്ന് പറയുമ്പോൾ തന്നെ ലൈസൻസ് ഇല്ലാതെയായിരിക്കും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇതും പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ ക്വാറിയിൽ നിന്ന്, അതായത് പാറ പൊട്ടിക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അത് വലിയ തോതിലുണ്ട്, വൻ സ്ഫോടക ശേഖരം തന്നെയാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മലപ്പുറം വളാഞ്ചേരിയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് ജലാറ്റിൻ സ്റ്റിക്ക് 1125 എണ്ണവും, അതുപോലെ തന്നെ ഡിറ്റനേറ്റർ 4000, അതുപോലെ തന്നെ ഇലക്ട്രിക് ഡിറ്റനേറ്റർ 3340 എണ്ണവും ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട വളാഞ്ചേരി പോലീസ് സ്വാമി ദാസൻ, അതുപോലെ തന്നെ ഷാഫി, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതുമായി ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിടാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇത് ക്വാറിയിൽ സ്ഫോടനത്തിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അനധികൃത ക്വാറിയിൽ നിന്ന് തന്നെയാണ് ഇത് പിടികൂടിയിട്ട് ഉള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മറ്റ് സാധ്യതകളൊന്നും തന്നെ പ്രാഥമികമായി ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്നിരുന്നാലും ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറിയാൻ സാധിക്കൂ എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആതിര, സോണലാണ് വിവരങ്ങൾ നൽകിയത്.